കൊച്ചി കണ്ണങ്ങാട്ട് പാലത്തിൽ നിന്ന് കായലിൽ ചാടിയ വിദ്യാർത്ഥിക്കായി തെരച്ചിൽ തുടങ്ങി. ഇന്നലെ രാത്രിയാണ് ഇടക്കൊച്ചി സ്വദേശിയായ വിദ്യാർത്ഥി കായലിൽ ചാടിയത്. നിതിൻ അംബുജൻ ഈ സ്പോട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. ഇതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. അപ്പോൾ നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, യഥാർത്ഥ ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു, തെരച്ചിൽ സമയത്ത് നടത്തിയില്ല എന്നതിൻ്റെ പേരിൽ. ഇപ്പോഴെന്താണ് അവസ്ഥ? ഇപ്പോൾ കണ്ണങ്ങാട്ട് പാലത്ത് ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ വെച്ചായിരുന്നു ഇന്നലെ രാത്രി ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ 19 വയസ്സുകാരനായ ശ്രീരാഗ്, പോളിടെക്നിക് വിദ്യാർത്ഥിയാണ്. ശ്രീരാഗ് ഇവിടെ കായലിലേക്ക് ചാടിയത്. അതിനുശേഷം വ്യാപകമായ ഒരു തിരച്ചിലേക്ക് എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെ നടന്നിരുന്നു. ഇന്നലെ രാത്രി 7 മണിയോട് തന്നെ ഈ യുവാവ് വിദ്യാർത്ഥി കായലിലേക്ക് ചാടുന്നു. പിന്നീട് 9 മണിയോടെയാണ് തിരച്ചിൽ ആരംഭിച്ചെന്ന് തെരച്ചിൽ ആരംഭിക്കാൻ സാധിച്ചത്. അത് വലിയ തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിച്ചിരുന്നു. നിലവിൽ ഇന്ന് രാവിലെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ നേവിയും കൂടാതെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമുമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. രാവിലെ 6 തന്നെ ഇവിടെ തെരച്ചിൽ ആരംഭിച്ചു. നിലവിൽ ഇപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ നേവി സംഘവും എല്ലാം തന്നെ തിരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ അടിയൊഴുക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വേലിയിറക്കമായതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഏറെ വൈകി തിരച്ചിൽ നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 7 മണിക്ക് ഈ വിദ്യാർത്ഥി കായൽ ചാടിയ ശേഷം പിന്നീട് തിരച്ചിൽ ആരംഭിക്കാൻ വളരെ വൈകിയെന്നാരോപിച്ച് ഈ വിദ്യാർത്ഥിയുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ഇവിടെ റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് ഇന്നലെ കാര്യങ്ങൾ കടന്നിരുന്നു. ലാസ്റ്റ് പോലീസ് എത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രതിഷേധം പിന്തിരിപ്പിക്കാൻ സാധിച്ചത്. പക്ഷേ ഇന്നലെ രാത്രി ഏറെ വൈകിയും തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ നേവി അടക്കമുള്ള സംഘത്തിന്റെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വ്യാപകമായ തെരച്ചിലാണ് ഈ മേഖലയിൽ, കായലിന്റെ അങ്ങേ അറ്റത്തൊക്കെ നമുക്ക് കാണാം. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ നേവിയുടെയും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും തെരച്ചിൽ നടത്തുന്നുണ്ട്. അവിടെ മത്സ്യത്തൊഴിലാളികളും ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമായി തന്നെ 6:30 മുതൽ ഇവിടെ സജീവമായി രംഗത്തുണ്ട്. ശക്തമായ അടിയൊഴുക്കുള്ളതുകൊണ്ട് തന്നെ തെരച്ചിൽ ശ്രമകരമായിരുന്നു. ഇന്നലെ രാത്രിയും സ്കൂബ ടീം എത്തി ഇവിടെ ഏറെ നേരം തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. എന്തായാലും വ്യാപകമായ തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ വിദ്യാർത്ഥിയുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഒരു തിരച്ചിൽ ആരംഭിച്ചെന്നൊരു കാര്യമാണ് ബന്ധുക്കളടക്കം ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ പോകുമ്പോഴായിരുന്നു ഇവിടെ വെച്ച്, അതായത് ഈ പാലത്തിൽ വെച്ച് വിദ്യാർത്ഥി കായലിൽ ചാടുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്താണ് കാര്യങ്ങൾ സംബന്ധിച്ചിപ്പോഴും ഇതിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥിക്കുള്ള തിരച്ചിൽ വ്യാപകമായി തന്നെ നടത്തുന്നുണ്ട്. ഈ തിരച്ചിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ വലിയ ഗതാഗത കുരുക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പോലീസ് ആ സ്ഥിതിയൊക്കെ തന്നെ ശാന്തമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. എന്തായാലും വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും കൂടാതെ സ്കൂബ ടീം അതോടൊപ്പം തന്നെ നേവിയുടെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. മത്സ്യത്തൊഴിലാളികളും ഈ തിരച്ചിലിന്റെ ഭാഗമാകിയിട്ടുണ്ട്. SKN. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.